നമസ്കാരം. പ്രധാന വാർത്തകൾ. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം. ഭർത്താവ് നൽകിയ പരാതിയിൽ സുഹൃത്തായ AIYF നേതാവിന്റെ 2 ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊഴിയെടുത്തതിന് പിന്നാലെയാണ് നടപടി. മലയോര ഹൈവേയുടെ നിർമ്മാണം നിശ്ചയിച്ച സമയത്ത് തുടങ്ങാനായില്ല. പ്രവൃത്തി നടക്കാനിരിക്കുന്ന കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത നിറയെ കുഴികൾ. സമരത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. വിൽപ്പനയ്ക്കായി ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവ് നാട്ടുകൽ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. മുറിയെടുത്ത പ്രതി സുഹൈൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലെന്ന് പോലീസ്. ദളിത് വിദ്യാർത്ഥികളെ വിദേശത്ത് പഠിപ്പിക്കണമെന്ന ദളിത് സമുദായ മുന്നണി സംസ്ഥാന ചെയർമാൻ സണ്ണി എം കപ്പിക്കാട്. ദളിതന്റെ കഴിവുകൾ വേണ്ടവിധം അംഗീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും സണ്ണി എം കപ്പിക്കാട്. മഴ തുടങ്ങിയതോടെ പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയിൽ മണ്ണാർക്കാട് തത്തേങ്ങര. സൈലന്റ് വാലിയുടെ താഴ്വാരമായ പ്രദേശം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട ഇടം. ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ AIYF സംസ്ഥാന നേതാവിന്റെ 2 ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാഹിനയുടെ സുഹൃത്തായ നേതാവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് എടുത്തിരുന്നു. തുടർന്നാണ് ഫോൺ കസ്റ്റഡിയിലെടുത്തത്. ഷാഹിനയുടെ ഭർത്താവ് സുഹൃത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിൽപ്പനയ്ക്കായി ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവ് നാട്ടുകൽ പോലീസ് പിടികൂടി. അലനല്ലൂർ അയ്യപ്പൻകാവിന് സമീപമുള്ള ലോഡ്ജിലെ മുറിയിൽ സൂക്ഷിച്ച കഞ്ചാവാണ് പിടികൂടിയത്. നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും രഹസ്യവിവരത്തെ തുടർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അലനല്ലൂർ അയ്യപ്പൻകാവിന് സമീപമുള്ള ലോഡ്ജിലെ മുറിയിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. ലോഡ്ജിൽ മുറിയെടുത്ത മലപ്പുറം കാളിക്കാവ് ചെങ്ങോട് തൊണ്ടിയിൽ വീട്ടിൽ സുഹൈൽ എന്നയാൾക്ക് 27-ാം തീയതി രാവിലെ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നും കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയതാണെന്നും ബാക്കി കഞ്ചാവ് ലോഡ്ജ് മുറിയിലുണ്ടെന്നും രഹസ്യവിവരം കിട്ടിയതിനെ തുടർന്നാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ് മുറിയിൽ പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടിയത്. പ്രതി സുഹൈൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. പ്രതിക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിരവധി ലഹരി കേസുകളും ക്രൈം കേസുകളും നിലവിലുണ്ട്. പ്രതി ഉൾപ്പെടുന്ന ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ പറഞ്ഞ സമയത്ത് തുടങ്ങിയില്ല. കുഴി നിറഞ്ഞ അലനല്ലൂർ മേലാറ്റൂർ ഉച്ചാരക്കടവ് വരെ യാത്ര ദുരിതപൂർണ്ണം. വാഹനമോടിക്കുന്നവർ സൂക്ഷിക്കുക. കുഴികളുടെ വലിപ്പം വണ്ടിയോളം വരും. അലനല്ലൂർ മുതൽ മേലാറ്റൂർ ഉച്ചാരക്കടവ് വരെയുള്ള യാത്ര അതിസാഹസികമാണ്. റോഡിലുള്ള കുഴികൾക്ക് വാഹനങ്ങളോളം തന്നെ വലിപ്പമുണ്ട്. അപകടം പതിവായ കുഴികളിൽ നാട്ടുകാർ പ്ലാസ്റ്റിക് ബാരൽ വെച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചതും കാണാം. മണ്ണിട്ട് കുഴിയടച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് കുഴി പഴയപടിയാവുന്നു. ശാസ്ത്രീയമായി കുഴികളടയ്ക്കാൻ അധികൃതർ എത്തുമെന്ന പ്രതീക്ഷ ഇല്ലാതായി. പക്ഷേ വാഹനങ്ങളാണെങ്കിൽ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നുമുണ്ട്. കുഴിയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ മറ്റു മാർഗം കണ്ടില്ലെന്ന് ഇവർ പറയുന്നു. നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയായ ഈ റോഡാണ് മലയോര ഹൈവേയായി മാറുന്നത്. ഫെബ്രുവരിയോടെ പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ജൂലൈ മാസം കഴിയാറായിട്ടും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. മലയോര ഹൈവേയുടെ പേര് പറഞ്ഞ് നിലവിലെ കുഴികളടയ്ക്കാതിരിക്കാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് അസീസ് ഖാര പറഞ്ഞു. ഇതൊരു മലയോര ഹൈവേ പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നടുവടിക്കുന്ന ഒരു രീതിയിലാണ് സംവിധാനങ്ങൾ പോകുന്നത്. ചെറുതും വലുതുമായ ഒരുപാട് കുഴികളാണ് ഈ പ്രദേശത്തുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ അധികൃതർക്ക് കഴിയില്ലെങ്കിൽ പറയണം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാതയിലെ കുഴികളടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം കമ്മിറ്റി തയ്യാറാണെന്നും അസീസ് ഖാര പറഞ്ഞു. സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അലനല്ലൂരിലെ യൂത്ത് കോൺഗ്രസ് ഇത് ഏറ്റെടുത്ത് ഈ കുണ്ടുകുഴി അടക്കൽ ഉടൻ ചെയ്യുമെന്നും അറിയിക്കുന്നു. ഇതൊരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത്. ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത്. പാതയിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവർ എന്തായാലും സൂക്ഷിക്കുന്നത് നന്നാവും. വാഹനം കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള കുഴികളാണ് ഇവിടെയുള്ളത്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതമായി ഭീമനാട് പെരുമ്പടാരി റോഡ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡ് മുഴുവനായും തകർന്ന സ്ഥിതിയാണ്. റോഡ് നവീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത ഭീമനാട് സ്കൂൾ പടിയിൽ നിന്നും മാളിക്കുന്ന് പെരുമ്പടാരിയിലേക്ക് ബന്ധിപ്പിക്കുന്ന 1 കിലോമീറ്ററോളം ദൂരമുള്ള റോഡാണ് തകർന്നത്. റോഡിന്റെ മിക്ക ഭാഗവും തകർന്ന സ്ഥിതിയാണ്. വേനൽ മഴയിൽ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഏറെ ദുസ്സഹമായി. മാളിക്കുന്ന്, പെരുമ്പടാരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗമായ ഈ റോഡിലൂടെ
നിരവധി വാഹനങ്ങളാണ് രാവും പകലും കടന്നുപോകുന്നത്. തകർന്ന് തരിപ്പണമായ റോഡ് എത്രയും പെട്ടെന്ന് നവീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ദളിത് വിദ്യാർത്ഥികളെ വിദേശത്ത് പഠിപ്പിക്കണമെന്നും വിദ്യാഭ്യാസം ആധുനിക കാലത്തെ വളർച്ചയുടെ ലക്ഷണമാണ് എന്നും ദളിത് സമുദായ മുന്നണി സംസ്ഥാന ചെയർമാൻ സണ്ണി എം കബിക്കാട് അഭിപ്രായപ്പെട്ടു. കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റി നടത്തിയ അനുമോദന സദസ്സും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 132 വർഷത്തെ ചരിത്രം ദളിതനുണ്ട്. ഭാഷ പോലും ദളിതനെ ചെറുതാക്കി കാണിക്കുന്നു. ദളിതന്റെ കഴിവുകൾ വേണ്ടവിധം അംഗീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും സണ്ണി എം കപ്പിക്കാട് കൂട്ടിച്ചേർത്തു. ഭൂതകാലത്തെക്കുറിച്ച് പേർത്തും വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനപ്പുറം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, മനുഷ്യ ജന്തു എന്ന നിലക്ക് നമുക്ക് സ്വയം മനസ്സിലാക്കുവാനും ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാനും അവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തീർച്ചപ്പെടുത്തുവാനും അത് ചെയ്യുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനും അതിൻ്റെ ഒരു ഇച്ഛാശക്തി മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വ്യക്തികളായി മാറുന്നത്. ആ നിലക്കാണ് നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കേണ്ടത്. ആൾക്കൂട്ടം ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കേരള പാക്കനാർ സംഘം പ്രസിഡന്റ് KP കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് വിശിഷ്ടാതിഥിയായിരുന്നു. KP വേലായുധൻ, ശങ്കരനാരായണൻ പാലൂർ, ഡോക്ടർ M രാമചന്ദ്രൻ, U ബാലകൃഷ്ണൻ, KP മനോജ്, ഗിരിജ മണികണ്ഠൻ, സുരേന്ദ്രൻ സംഭവൻ, KP ഗോപിനാഥൻ, V നാരായണൻ എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയരായവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വശ്യതയിൽ മണ്ണാർക്കാട് തത്തേങ്ങലത്ത് സന്ദർശകരുടെ പ്രവാഹം. കാടിൻ്റെ പച്ചപ്പും പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന കാട്ടരുവികളും കുന്തിപ്പുഴയും ഒരുക്കുന്ന മനോഹാരിതയാണ് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലത്തേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. സൈലന്റ് വാലിയുടെ മറുവശത്തെ മലയുടെ താഴ്വാരമാണ് തത്തേങ്ങലം ഗ്രാമം. പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ചെറുകാട്ടരുവികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണീയത. മഴക്കാലമായതോടെ അരുവികളിലെല്ലാം നല്ല ഒഴുക്കുണ്ട്. തെളിമയാർന്ന വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി പതഞ്ഞു പൊങ്ങി വരുന്ന കാഴ്ച മനോഹരമാണ്. അതോടൊപ്പം കാടിന്റെ വശ്യതയും മലയിൽ ഇടയ്ക്കിടെ രൂപപ്പെടുന്ന കോടമഞ്ഞും കണ്ണിനും മനസ്സിനും കുളിർമ പകരും. 2018 വെള്ളപ്പൊക്കത്തിൽ കുന്തിപ്പുഴയിൽ രൂപം കൊണ്ട ബീച്ചും ഇവിടെയാണ്. ബീച്ചിന്റെ പഴയ സൗന്ദര്യമെല്ലാം മങ്ങിയെങ്കിലും ഇപ്പോഴും സന്ദർശകർ എത്തുന്നുണ്ട്. കാഴ്ച മനോഹരമാണെങ്കിലും അപകട സാധ്യത ഏറെയാണ്. പ്രകൃതി ഒരുക്കിയ മനോഹാരിത സുരക്ഷിതമായി ആസ്വദിക്കാൻ പഞ്ചായത്തും വനംവകുപ്പും പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത്. ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയാൽ സർക്കാരിന് വരുമാനവും സന്ദർശകർക്ക് സുരക്ഷയും ഉറപ്പിക്കാനാവുമെന്ന് പ്രദേശവാസിയായ V ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് താലൂക്കിലെ തെങ്കര പഞ്ചായത്തിന്റെ അധീനതയാണ് ഈ തത്തേങ്ങലം പ്രദേശം വരുന്നത്. തത്തേങ്ങലം പാത്രക്കടവ് മറ്റേ സൈലന്റ് വാലി പദ്ധതിയൊക്കെ ഈ ഏരിയയിലായിരുന്നു, ഈ തത്തേങ്ങലത്തിന്റെ ഏരിയയിൽ. അപ്പൊ അതിനു വേണ്ടി കണ്ടമാനം ക്വാർട്ടേഴ്സുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായിട്ട് പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി, അതൊക്കെ ഒഴിവാക്കി പോയി. പക്ഷെ എന്നാലും ആ ഏരിയ നല്ലൊരു എക്കോ ടൂറിസത്തിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ്. തെങ്കര പഞ്ചായത്തിന് ശരിക്കും വരുമാനം കിട്ടുന്ന നല്ലൊരു പ്രദേശമാണ്. കണ്ടമാനം ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ വൈകുന്നേരമായാലും വണ്ടിയും ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ കാണാനും ആസ്വദിക്കാനായിട്ട് ഇഷ്ടംപോലെ ജനം വരുന്നുണ്ട്. പക്ഷെ അത് പഞ്ചായത്തൊക്കെ പ്രവർത്തിക്കുകയാണ്. പഞ്ചായത്ത് നല്ല രീതിക്കൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലൊരു ടൂറിസം മേഖലയാക്കി മാറ്റത്. എല്ലാവർക്കും ഒരു എൻജോയ്മെന്റിനും തത്തേങ്ങലത്തിന്റെ അടുത്ത പ്രദേശമാണ്, നല്ലൊരു ഏരിയയാണ്, കുന്തിപ്പുഴയുടെ സൈഡാണ്, നല്ലൊരു വനം സന്ദർശനവും മറ്റേ വെള്ളച്ചാട്ടം അതൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് തത്തേങ്ങല ഏരിയ. മണ്ണാർക്കാട് ആകെ 5 കിലോമീറ്റർ ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക്. നല്ല തത്തേങ്ങലം ലാസ്റ്റ് മലയുടെ പാത്രക്കടവിന്റെ സൈഡ്
അതിന് ഈ ഭാഗം നല്ല കാണാൻ പറ്റിയ നല്ല ഏരിയയാണ്. കണ്ടമാനം ജനം വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിനൊക്കെ മെനക്കെട്ടാൽ അതൊക്കെ നല്ലൊരു ടൂറിസം ഏരിയയാക്കി മാറ്റാവുന്നതാണ്. മണ്ണാർക്കാട് GMUP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി വിദ്യാഭ്യാസ ഓഫീസ് മുറ്റത്തെ ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റി. അപകടകരമായ വിധത്തിൽ നിന്നിരുന്ന ആലിന്റെ കൊമ്പുകൾ മുറിക്കണമെന്ന രക്ഷിതാക്കളുടെ മുറവിളിയെ തുടർന്നാണ് നടപടി. മരത്തിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ ജൂൺ 16 മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് AO ഓഫീസ് മുറ്റത്തെ ആൽമരത്തിന്. 2 വലിയ കൊമ്പുകൾ പടർന്ന് സ്കൂൾ മുറ്റം വരെ എത്തിയിരുന്നു. AO ഓഫീസിന് പിന്നിലും വശത്തുമായാണ് സ്കൂൾ കെട്ടിടങ്ങളുള്ളത്. വശത്ത് സ്കൂൾ കെട്ടിടത്തിനും AO ഓഫീസിനും ഇടയിൽ റോഡുണ്ട്. ഇതിലൂടെയാണ് നിരവധി വാഹനങ്ങളും കാൽനടക്കാരും പോകുന്നത്. കുട്ടികൾ കളിക്കുന്നതും ഈ മരക്കൊമ്പുകൾക്ക് താഴെയാണ്. ഈ സാഹചര്യത്തിലാണ് കൊമ്പുകൾ മുറിക്കണമെന്ന് രക്ഷിതാക്കൾ മുറവിളി കൂട്ടിയത്. നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. അവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൊമ്പുകൾ മുറിച്ചത്. മാലിന്യ സംസ്കരണത്തെയും മാലിന്യ നിർമ്മാർജ്ജനത്തെയും കുറിച്ച് കരിമ്പുഴ പഞ്ചായത്ത് സെമിനാർ നടത്തി. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രാബല്യത്തിൽ വന്നതിനെക്കുറിച്ച് വ്യാപാരികൾ, തോട്ട ഉടമകൾ, കോഴിഫാം നടത്തിപ്പുകാർ, ക്ഷീര കർഷകർ തുടങ്ങിയവരിൽ അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെമിനാർ നടത്തിയത്. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പഴയതുപോലെ ചെറിയൊരു ഫൈനിൽ നിന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും കൂടെ പോയി ചെറിയൊരു പഞ്ചായത്തിലേക്ക് ചെറിയൊരു ഫൈൻ അടപ്പിക്കുക എന്നുള്ള നില മാറിക്കൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ അതിൻ്റെ നിയമം അതിൻ്റെ തുടക്കം മാത്രമാണ്. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നല്ല ആളുകൾ പോകുന്നത്. ശരിയായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകന്മാർ HIയും JHIമാരും ഒക്കെ പോയി അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെറിയൊരു ഫൈനിൽ ഒഴുക്കുന്നതും ഒക്കെ മാറി മിനിമം 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് ഈ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഓരോന്നോരോന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഈ 2023 നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ചെയ്തിരുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊമ്പ്ര, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MN ഗോപാലകൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ശ്രമസംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വച്ച് നടന്നു. റിട്ടയർഡ് അധ്യാപകൻ N വാസുദേവൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശ്രമസംഘത്തിലെ അംഗങ്ങളുടെ കുട്ടികളെയാണ് ആദരിച്ചത്. അതിൻ്റെ ഏറ്റവും താഴെ തട്ട് മുതൽക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ, വർഷങ്ങളോളം ആ രംഗത്ത് നിന്നിരുന്ന ഒരാൾ ഒരു സ്ഥാനത്തും എത്താൻ ശ്രമിച്ചില്ല. ഒരു വാർഡ് മെമ്പറെങ്കിലും പഞ്ചായത്തിൽ അദ്ദേഹം അത് ആശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പോലും അദ്ദേഹം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ അവസാന ഘട്ടത്തിലൊരു മത്സരമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സേവനം എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു നിശ്ചയദാർഢ്യം ആയിരുന്നു. പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AS മധു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രാമകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. M ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, AS മധു സെക്രട്ടറി, സുശാന്ത് ജോയിന്റ് സെക്രട്ടറി, M ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ്, PM രവീന്ദ്രൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പഴമയുടെ പെരുമ കുട്ടികളിലേക്ക് എത്തിക്കാൻ പത്തില പ്രദർശനവുമായി തത്തനംപുള്ളി ALP സ്കൂൾ. പത്തില പച്ചപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടികളിൽ കൗതുകം നടത്തി. പഴമയുടെ പെരുമ കുരുന്നുകളിലേക്ക് പകരുക, കർക്കിടക മാസത്തിലെ പ്രാധാന്യം വിളിച്ചോതുന്ന പത്തിലകളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുലുക്കലൂർ തത്തനംപുള്ളി ALP സ്കൂളിൽ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി പത്തില പച്ചപ്പ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ ശേഖരിച്ചു കൊണ്ടുവന്ന തഴുതാമ,
ചേമ്പില, കോവൽ, കുമ്പളത്തില, കഞ്ഞിത്തൂവയില, ചേനയില തുടങ്ങിയ 10 ഇലകൾ പ്രദർശിപ്പിക്കുകയും അവയുടെ ഔഷധഗുണങ്ങളും പ്രത്യേകതകളും വിദ്യാർത്ഥികൾ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. 4ാം ക്ലാസ്സുകാരനായ ശ്രീഹരി വിനോദ് 10 ഇലകളുടെ പ്രാധാന്യം സ്വതസിദ്ധമായ ശൈലിയിൽ കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായി. മഴ നല്ല കോരി ചൊരിയുന്നത് കാരണം എല്ലാ ആൾക്കാരും ഈ 10 ഇല പച്ചപ്പ് കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കാറ്. നല്ല ഔഷധമുള്ള പച്ചപ്പുകളാണിത്. പ്രധാനാധ്യാപിക KP ബീന, അധ്യാപകരായ VK ഷംസുദ്ദീൻ, P സാഹിറ, CG അഭിലാഷ്, VT മുനീർ, K അർജുൻ, N രാധിക, K ഓമന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാർട്ട് തൊഴിൽ പരിശീലനത്തിന് തുടക്കമായി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തും സ്റ്റാർട്ട് വൊക്കേഷണൽ ട്രെയിനിംഗ് ഓർഗനൈസേഷനും സംയുക്തമായാണ് പരിശീലനം നടത്തുന്നത്. പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സലീന അധ്യക്ഷയായി. കോർഡിനേറ്റർമാരായ അജ്മൽ റാഫി, ഫവാസ്, ഇർഷാദ് എന്നിവർ സംസാരിച്ചു. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അനുമോദന സദസ്സ് നടത്തി. ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ KM ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയിൽ അംഗങ്ങളായ മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി അനുമോദിച്ചത്. ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അബ്ദുൽ അലി മദനി, സംസ്ഥാന ഭാരവാഹികളായ UK ബക്കർ, MK മുസ്തഫ, അബ്ദുൽ സലാം, മുഹമ്മദ് അലി, മമ്മൂട്ടി, സിദ്ദീഖ് പറക്കാടൻ, അലി കരിമ്പ, ഷിഫാന, ഫാത്തിമ നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എഡ്യൂക്കേഷണൽ ട്രെയിനർ നാഫിക് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. അതൊരു പോകണ്ടാവും. അപ്പൊ കൃത്യം അതിന്റെ സമയത്തിനനുസരിച്ച് കൃത്യമായ ഓർഡറിൽ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ മൊത്തം ഉണ്ടാകുന്ന കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം. ഭർത്താവ് നൽകിയ പരാതിയിൽ സുഹൃത്തായ AIYF നേതാവിന്റെ 2 ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊഴിയെടുത്തതിന് പിന്നാലെയാണ് നടപടി. മലയോര ഹൈവേയുടെ നിർമ്മാണം നിശ്ചയിച്ച സമയത്ത് തുടങ്ങാനായില്ല. പ്രവൃത്തി നടക്കാനിരിക്കുന്ന കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത നിറയെ കുഴികൾ. സമരത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. വിൽപ്പനയ്ക്കായി ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ച 2 കിലോയിലധികം കഞ്ചാവ് നാട്ടുകൽ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. മുറിയെടുത്ത പ്രതി സുഹൈൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലെന്ന് പോലീസ്. ദളിത് വിദ്യാർത്ഥികളെ വിദേശത്ത് പഠിപ്പിക്കണമെന്ന ദളിത് സമുദായ മുന്നണി സംസ്ഥാന ചെയർമാൻ സണ്ണി M കപ്പിക്കാട്. ദളിതന്റെ കഴിവുകൾ വേണ്ടവിധം അംഗീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും സണ്ണി M കപ്പിക്കാട്. മഴ തുടങ്ങിയതോടെ പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യതയിൽ മണ്ണാർക്കാട് തത്തേങ്ങര. സൈലന്റ് വാലിയുടെ താഴ്വാരമായ പ്രദേശം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട ഇടം. ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.